ഹാപ്പി ന്യൂ ഇയർ. പ്രിയരെ, കേരളത്തിന്റെ ഒരറ്റം മുതൽ ഇങ്ങേറ്റം വരെ ചിരിപ്പിക്കുക എന്ന ദൗത്യമായിട്ട് യാത്ര ചെയ്യുന്നവരാണ് ഞങ്ങൾ തമാശക്കാര്. ഒരറ്റം മുതൽ ഇങ്ങേറ്റം വരെ എന്ന് പറഞ്ഞാൽ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ. തിരുവനന്തപുരം, പേട്ട, മുരിക്കുമ്പുഴ, ചിറങ്കേഴി, കിടക്കാവൂർ, വർക്കല, പരവൂര്, കൊല്ലം, മണ്ടോതുരുത്ത്, ശാസ്താംകോട്ട, കരുനാഗപ്പള്ളി, കായംകുളം, മാവേലിക്കര, ചെങ്ങന്നൂർ, തിരുവല്ല, ചങ്ങനാശ്ശേരി, കോട്ടയം, ഏറ്റുമാനൂർ, പിറവം, തൃപ്പൂണിത്തുറ, കൊച്ചി, എറണാകുളം, എടപ്പള്ളി, ആലുവ, ചൊവ്വൂർ, അങ്കമാലി, കറൂറ്റി, കൊറ്റി, ചാലക്കുടി, ഇരിങ്ങാലക്കുട, മുള്ളുക്കര, പുതുകാട്, ഒല്ലൂർ, തൃശ്ശൂർ, പാലക്കാട്, പൊൻകുന്നം, ഷൊർണൂർ, ഒറ്റപ്പാലം, ലക്കിടി, മങ്കര, പറളി, ഒലവക്കോട് തൊട്ട് കാസർഗോഡ് വരെ. ഇത്രയും ശ്വാസം വിടാതെ പറഞ്ഞിട്ടും ഒരു കൈയുടെ തട്ട് കിട്ടിയില്ല. അപ്പൊ ശക്തിയുണ്ട്. അപ്പൊ 2010 നിന്നും നമ്മൾ 2011 പ്രവേശിച്ചിരിക്കുകയാണ്. 2010 നടന്ന ചില സംഭവങ്ങളിലൂടെ ഞാൻ നിങ്ങളുടെ ശ്രദ്ധയെ ഒന്ന് ഓടിക്കുകയാണ്. 2010 ഒരുപാട് കാര്യങ്ങൾ നടന്നു. മലയാളികൾ ഏറ്റവും കൂടുതൽ കരഞ്ഞൊരു വർഷമായിരുന്നു 2010. അതിനൊരു പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ TV സീരിയലുകളാണ്. നമ്മുടെ ഇരിക്കുന്ന ചേച്ചിമാര് ആവശ്യമില്ലാതെ കരയുകയായിരുന്നു. മലയാളം TV സീരിയലിനെ കുറിച്ച് പറഞ്ഞാൽ, അതിലെ നായികയെ കുറിച്ച് പറഞ്ഞാൽ, ഒരാളെ പ്രേമിക്കുന്നു, വേറെ ആളോട് ഒളിച്ചോടുന്നു, ആരെങ്കിലും വിവാഹം കഴിക്കുന്നു, ആരുടെയെങ്കിലും കുട്ടിയെ പ്രസവിക്കുന്നു, പക്ഷെ സീരിയലിന്റെ പേര് അവൾ പതിവ്രത എന്നായിരിക്കും. ഇത് കണ്ടിട്ട് ആവശ്യമില്ലാതെ കരയുകയായിരുന്നു. അപ്പൊ ഇതിൽ നിന്നൊരു മോചനമായിരുന്നു റിയാലിറ്റി ഷോ. റിയാലിറ്റി ഷോ വന്നപ്പോൾ സംഭവിച്ചത് ഇതൊക്കെ തന്നെയാണ്. ഒരു കുട്ടി പാടി കഴിയുമ്പോഴേക്കും 3 ജഡ്ജസ് ആണ് നമ്മുടെ മുന്നിലേക്ക് വരുന്നത്. ആരൊക്കെയാണ് ആ 3 ജഡ്ജസ്? ഐഡിയ സ്റ്റാർ സിംഗേഴ്സിലെ പറ. ചിത്ര, പിന്നെ ശരത്ത്, പിന്നെ MG ശ്രീകുമാർ. ചേട്ടന്റെ ഭാര്യയുടെ പേരെന്താ? അതറിഞ്ഞൂടാ. അറിയാത്തതല്ല, പെട്ടെന്ന് ചോദിച്ചപ്പോ പറയാൻ പറ്റാതിരുന്ന. കാരണം മനസ്സിന്റെ മടിത്തട്ടിൽ മായാതെ കിടക്കുക ഈ ശരത്തും MG ശ്രീകുമാറും ചിത്ര, ഇവരൊക്കെ. ഒരു കുട്ടി പാടി കഴിയുമ്പോഴേക്കും MG ശ്രീകുമാർ വന്നിട്ട് എന്താ പറയാ? വളരെ മനോഹരമായിട്ട് പാടി, നല്ല ശ്രുതി, നല്ല താളം. പക്ഷെ മോനോട് പെർഫോമൻസിനല്ല കേട്ടു, പെർഫ്യൂമിനാ മാർക്ക് കേട്ടു. പെർഫ്യൂമിന് മാർക്ക് കിട്ടുന്ന ഒരു കാലഘട്ടമാണിത്. ഇത് കഴിയുമ്പോഴേക്കും ശരത് സാറ് കണ്ണാടിയൊക്കെ വെച്ചിട്ട് സംഗതികൾ കൊണ്ട് നിറഞ്ഞ് ശ്വാസം മുട്ടിയിരിക്കുക. മോനെ പാടുമ്പോഴേ സംഗതി പറയണം, പാടുമ്പോഴേ അവിടെയൊക്കെ തുപ്പി വൃത്തിയടക്കും. മോനെ സാരി കൂട്ടാ, സാരി കുറച്ചുകൂടി പോകണം കൂട്ടാ. സാരി എന്ന സ്വരമാണ് കേട്ടോ ഉദ്ദേശിച്ചത്. ചെറിയ മസാലയും ചേർത്തിട്ടേ പുള്ളി പറയാറുള്ളൂ. ഇത് കഴിയുമ്പോഴേക്കും ആരെത്തുന്നത്? ദീദി. ലോകത്തൊന്നും ഇതുവരെയായിട്ടും കേൾക്കാത്ത ഇംഗ്ലീഷ് ഭാഷയിലാണ് ദീദി പറയുന്നത്. ആന്ധ്രവായിയാണ് ആദ്യം ദീദിക്ക് വരുന്നത്. ഒരു കുട്ടി പാടി കഴിയുമ്പോഴേക്കും ഇറ്റ് വാസ് ഫാന്റാസ്റ്റിക്, ബോംബാസ്റ്റിക് ആൻഡ് യുവർ എലാസ്റ്റിക് വാസ് ലൂസ്, ഇങ്ങനെ പറയും ദീദി. അപ്പോ ഈ റിയാലിറ്റി ഷോന്റെ ഒക്കെ തുടക്കം എന്ന് പറയുന്നത് യഥാർത്ഥത്തില് നോർത്ത് ഇന്ത്യൻ ചാനലിൽ നിന്നായിരുന്നു. അമിതാഭ് ബച്ചൻ എന്ന് പറയുന്ന ആള് കോൺ ബനേഗ കറോർപതി എന്ന പ്രോഗ്രാമിലൂടെയാണ് യഥാർത്ഥത്തിൽ റിയാലിറ്റി ഷോ തുടങ്ങിയത്. അപ്പൊ ആ ഓർമ്മകളിലേക്ക് ഞാൻ നിങ്ങളെ കൊണ്ടുപോവുകയാണ്. 1 करोड़ रुपए कमाने के लिए कितना वक्त लग सकते हैं? 10 साल, 20 साल, 30 साल जी नहीं, कम से कम 50 साल लग सकते हैं. लेकिन यहाँ इधर 50 मिनटों में आप 1 करोड़पति बन सकते हैं. तो चले आप और हम कहते हैं कौन बनेगा करोड़पति. ഇതിനുശേഷം ഷാറൂഖ് ഖാൻ ഈ പരിപാടി അവതരിപ്പിച്ചു. പക്ഷെ ഒന്ന് ചീറ്റിപ്പോയി. അദ്ദേഹം മികച്ച നടൻ തന്നെയാണ്. അദ്ദേഹം അവതരിപ്പിച്ചപ്പോൾ ഈ സിംഹഗർജനം മാറി ആടിന്റെ കരച്ചില് പോലെയായി. അതെങ്ങനെയാ? ഷാറൂഖ് ഖാൻ കോൻ ബനേഗ കറോർപതിയുമായി. आप जानते हैं करोड़ रुपए कमाने के लिए कितना वक्त लग सकता है? 10 साल, 20 साल, 30 साल जी नहीं, कम से कम 50 साल लग सकते हैं. लेकिन यहाँ इधर 50 मिनटों में आप 1 करोड़पति बन सकते हैं. तो चलिए आप और हम कहते हैं कौन बनेगा करोड़पति. ആട് കരയുന്ന പോലെ. പക്ഷെ വീണ്ടും ഞാൻ നിങ്ങളെ തിരിച്ച് കേരളത്തിലേക്ക് കൊണ്ടുവരികയാണ്. ഒരുപാട് നമ്മൾ ചിരിച്ചുപോയ യാഥാർത്ഥ്യങ്ങളുണ്ടായി. അതിലൊന്നെന്ന് പറയുന്നത് സിനിമ. ഞങ്ങളൊക്കെ ഉള്ള സംഘടനയായ അമ്മയിലെ ചില ആൾക്കാരും ചില സാഹിത്യകാരന്മാരും തമ്മിൽ ചില ഉടക്കൊക്കെ ഉണ്ടായി. അതിലൊരു പ്രധാന സംഭവം എന്ന് പറഞ്ഞാൽ തിലകൻ ചേട്ടന്റെ സംഭവമാണ്. ഈ തിലകൻ ചേട്ടനും സുകുമാർ അഴീക്കോടും കൂടി ഒരുമിച്ച് കൈകോർത്തു. ഇവരെ കാണുമ്പോൾ എനിക്ക് ശരിക്കും സഹോദരന്മാരെ പോലെ തോന്നാറ്, അവരുടെ ബോഡി ലാംഗ്വേജ് കാണുമ്പോൾ. കാരണം തിലകൻ ചേട്ടൻ സംസാരിക്കുമ്പോൾ എങ്ങനെയാണ്? ഇത്രയും കാലം എന്റെ മനസാക്ഷി കോടതിയിൽ സൂക്ഷിച്ചു വെച്ചിരുന്ന കേസിന്റെ വാദം, പിത്തം, കഫം. സുകുമാർ അഴീക്കോട് സാർ പറയുമ്പോ ഈ ഒരു വിരലല്ല 2 വിരലാണ്. ഇത്രയും കാലം എന്റെ മനസാക്ഷി കോടതിയിൽ സൂക്ഷിച്ചു വെച്ചിരുന്ന കേസിന്റെ വാദം എന്ന് പറയും. അപ്പൊ ഈ അടുത്ത് ഈ സച്ചിൻ തെണ്ടുൽക്കർ 200 റൺസിന്റെ ഒരു റെക്കോർഡ് ബ്രേക്ക് ചെയ്തു. അപ്പൊ ഇതിനെതിരെ അഴീക്കോട് സാറ് വിമർശിച്ചാൽ എങ്ങനെയായിരിക്കും? ഇതെന്റെ ഭാവനയിലാണ്. ഞാൻ വളരെയധികം ബഹുമാനിക്കുന്ന ഒരു അധ്യാപകനാണ്.
സർവ്വ ബഹുമാനം കൊടുത്തുകൊണ്ട് സുകുമാർ അഴീക്കോട് സാറ് സച്ചിൻ തെണ്ടുൽക്കർ 200 റൺസിന്റെ റെക്കോർഡ് ഒറ്റയടിക്ക് ബ്രേക്ക് ചെയ്തപ്പോൾ ഇങ്ങനെയാണ് പറഞ്ഞത്: ഈ സച്ചിൻ എന്ന് പറയുന്ന ആള് 200 അടിച്ചത് അത്ര വലിയ കാര്യമൊന്നുമല്ല. കാരണം ഒരു പാക്കറ്റ് അച്ചാറുണ്ടെങ്കിൽ 200 അല്ല, ഒറ്റയിരിപ്പിനൊരു ഫുള്ള് വരെ തീർക്കാൻ എനിക്ക് സാധിക്കും. ഇതിനേക്കാളൊക്കെ സന്തോഷമുണ്ടായ സംഭവം എന്ന് പറഞ്ഞാൽ 2020 എന്ന ചിത്രത്തിന്റെ വിജയമാണ്. 5 സൂപ്പർ സ്റ്റാറുകൾ ഒന്നിച്ച് ഒരു വിജയം കേരളത്തിലുണ്ടായി. എവിടെയും ഒന്നിച്ചാൽ വിജയിക്കും എന്നുള്ളതിന്റെ തെളിവായിരുന്നു അത്. ഇതിന്റെ ആഘോഷം എറണാകുളത്തും ഗോകുലം പാർക്കിലായിരുന്നു നടന്നത്. അവിടെ കേരളത്തിലെ പ്രശസ്തരായ താരങ്ങൾ എല്ലാവരും എത്തുകയുണ്ടായി. ഈ ഒരു ചടങ്ങില് പല കലാപരിപാടികളുണ്ടായിരുന്നു, ഫാഷൻ ഷോ ഉണ്ടായിരുന്നു. പക്ഷേ തികച്ചും വ്യത്യസ്തമായ ഒരു പരിപാടി എന്ന് പറഞ്ഞാൽ കരകാട്ടമായിരുന്നു. കരകാട്ടത്തിനോടൊപ്പം വെടിക്കെട്ടുണ്ടായിരുന്നു. അപ്പൊ വെടിക്കെട്ടും കരകാട്ടവും ഒക്കെ അവതരിപ്പിക്കാൻ എത്തിയത് സിനിമാ താരങ്ങളായിരുന്നു. എങ്ങനെയായിരിക്കും സിനിമാ താരങ്ങൾ വെടിക്കെട്ട് നടത്തുകയാണെങ്കിൽ ശ്രദ്ധിക്കുക. അപ്പോ സുരേഷ് ഗോപിയാണ് ആദ്യമായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് ഈ 1-ാം തീയതി ഒരു എലിവാണവുമായിട്ട് എത്തുന്നത്. ഇത് നമ്മുടെ 2020 വിജയിച്ചപ്പോൾ ഉണ്ടായ ആ എലിവാണം തന്നെയാണ് നിങ്ങളുടെ മുന്നിൽ വിടാൻ പോകുന്നത്. സുരേഷ് ഗോപി എലിവാണവുമായി. സൂക്ഷിച്ചിരുന്നോ? എന്റെ കയ്യിലിരിക്കുന്നത് ചൂട്ടാണ്. ഞാൻ കത്തിച്ചു വിടാൻ പോകുന്ന എലിവാണം നിങ്ങളുടെ ഇടയിൽ കൂടെയൊക്കെ വരാം. ധാ വരുന്നു എന്റെ പേരിലുള്ള എലിവാണം. ഇതിനുശേഷം ഞാൻ വളരെയധികം ബഹുമാനിക്കുന്ന എന്റെ ഗുരുതുല്യനായ മമ്മൂക്ക ഓലപ്പടക്കം പൊട്ടിക്കാനെത്തി. മമ്മൂട്ടി എന്തായാലും അതെങ്ങനെയായിരിക്കും? എന്റെ കയ്യിലിരിക്കുന്നത് ചൂട്ടാണ്. ഞാനിത് മുന്നിലേക്ക് എടുക്കുന്നില്ല. കാരണം എടുത്താൽ കുത്തും, നിങ്ങൾക്ക് പുള്ളും. ഇതാ ഓലപ്പടക്കം. പുള്ളി പടക്കം പിടിച്ചിട്ട് പുള്ളി തന്നെ പുച്ഛിച്ചു. പിന്നെ നമ്മുടെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി ശ്രീ A.K. ആന്റണി വന്നു. അദ്ദേഹം ഒരു എലിവാണം വിട്ടു. വളരെ പൈശാചികവും മൃഗവുമായ ഒരു കൊച്ചെലിവാണം. പക്ഷെ ഭയങ്കര ശബ്ദമായിരിക്കും. എല്ലാവരും ചെകുത്തി പിടിച്ചോളൂ. ഇത്രേ ഉള്ളൂ. ഇത്രയൊക്കെ പശുക്കി ഉള്ളൂ എനിക്ക്. അപ്പൊ ഞാൻ പറഞ്ഞ പോലെ പിന്നീട് അവിടെ നടന്നത് കരകാട്ടമായിരുന്നു. കരകാട്ടത്തിനോടൊപ്പം നൃത്തം വെച്ചത്, അതായത് നമ്മുടെ അയൽ സംസ്ഥാനമായ തമിഴ്നാട്ടില് സന്തോഷം വരുമ്പോൾ ഉപയോഗിക്കുന്ന ഒരു വാദ്യമേളമാണത്. ഈ കരകാട്ടം അവതരിപ്പിക്കാനെത്തിയത് കഥ, തിരക്കഥ, സംഭാഷണം, സംവിധാനം തൊട്ട് ഈ തലേക്കെട്ട് വരെ സ്വന്തമായിട്ട് ചെയ്യുന്ന ശ്രീ ബാലചന്ദ്ര മേനോൻ കരകാട്ടവുമായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് എത്തുകയാണെങ്കിൽ എങ്ങനെയായിരിക്കും? ബാലേന്ദ്ര മേനോൻ. കൊള്ളാം, പറ്റിയല മോളെ, കരകയറാൻ വേണ്ടി കരകാട്ടമല്ല കരാട്ട വരാൻ ചെയ്യും. എന്റെ അമ്മയാണ് സത്യം. ഇനി ശ്രീ സുരേഷ് ഗോപിയാണ് കരകാട്ടവുമായിട്ട് എത്തുന്നത്. അതെങ്ങനെയായിരിക്കും? ശ്രദ്ധിക്കുക. ഓർമ്മയുണ്ടോ ഈ മുഖം? കാണില്ലെന്ന് എനിക്കറിയാം. എന്നോടാ കളി? അല്ല പിന്നെ. നന്നായിട്ട് നൃത്തം ചെയ്യാൻ അറിയാവുന്ന ഒരു സ്റ്റാറാണ് ലാലേട്ടൻ. മോഹൻലാല് നിങ്ങളുടെ മുന്നിലേക്ക് കരകാട്ടവുമായിട്ട് വരികയാണെങ്കിൽ ശ്രദ്ധിക്കുക. അയ്യോ കൊച്ചു കളി ഒറ്റ അടിവെച്ചില്ല ഞാൻ. മൈക്കിൾ ജാക്സൺ മരിച്ചപ്പോൾ നമ്മളെല്ലാവരും വിഷമിച്ചു. നമുക്കൊരു ഡാൻസർ ഇല്ല. പക്ഷേ നല്ലൊരു ഡാൻസർ ഉണ്ട്, മമ്മൂക്ക. മമ്മൂക്ക കരകാട്ടവുമായിട്ട് നിങ്ങളുടെ മുന്നിലെത്തുകയാണെങ്കിൽ സെൻസ് വേണം, സെൻസിറ്റിവിറ്റി വേണം, സെൻസിബിലിറ്റി വേണം.
വിക്രം ഡമ്മിയോട്